ഇത് എന്താ പറയാ ഒരു റെസ്ക്യൂ വന്നിട്ട് ഇവിടെ പ്രസവിച്ച കുഞ്ഞാണ്. ഇവിടെ അമ്മ പ്രസവിച്ചു. ഞങ്ങൾ റെസ്ക്യൂ ആയിട്ട് കിട്ടിയതാണ്. പ്രഗ്നന്റ് ആണോ എന്നൊരു സംശയം. ഞങ്ങളതിന് കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ ചെയ്തില്ല. നമുക്ക് തോന്നി പ്രസവിക്കാറായോന്ന് തോന്നി. ഒരു 1 വീക്കിൽ അങ്ങ് പ്രസവിച്ചു. അപ്പൊ അങ്ങനത്തെ കുട്ടികളാണ്. ഇവർക്ക് എന്ന് പറയുമ്പോൾ 30 ഡേയ്സിൽ നമ്മൾ ആദ്യം ഇവരെ ഡീവർമിങ് ചെയ്യും. ഭയങ്കരമായിട്ട് വരെ പോകും. അപ്പോൾ നന്നായിട്ട് വരെ പോകും. 30 ഡേയ്സിൽ ഡീവർമിങ് ചെയ്യും. 45 ഡേയ്സിൽ നമ്മൾ ആദ്യത്തെ വാക്സിനേഷൻ കൊടുക്കും. അത് കഴിഞ്ഞ് 30 ഡേയ്സ് കഴിയുമ്പോൾ ബൂസ്റ്റർ ഡോസ് കൊടുക്കും. അത് കഴിഞ്ഞ് ഇവരെ എവറി 2 വീക്സ് നമ്മൾ ഡീവർമിങ് ചെയ്യും. എവറി 2 വീക്സ്. അത് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ എവറി 2 വീക്സ് ഡീവർമിങ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് 3 മാസം ആവുമ്പോഴാണ് ആന്റി റേബീസ് വാക്സിനേഷൻ കൊടുക്കുന്നത്. ഓ ശരി ശരി ശരി. അപ്പോൾ ഇതിപ്പോൾ എത്ര പ്രായമുണ്ട്? ഇതിനിപ്പോൾ ഒരു 1.5-2 മാസം അത്രേ ഉള്ളൂ. ഓക്കെ. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രോഗമുള്ള നമ്മുടെ ഇങ്ങോട്ടേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതിൻ്റെ കാര്യം ഒന്ന് പറയാം. അതിൻ്റെ പ്രോസസ്സ് പറയാം. നമുക്ക് ആദ്യം ഒരു ഷെൽട്ടറിൽ തന്നെ ഒരു പോർഷനായിരുന്നു നമ്മൾ ക്വാറന്റൈൻ. വരുന്ന കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് വെക്കും. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ ഒരു പ്രാവശ്യം CD എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, കനൈൻ ഡിസ്റ്റംബർ. അത് എൻ്റെ ഒരു അഡൾട്ട് ഡോഗിനെ പകർന്നു. എങ്ങനെ പകർന്നു എന്നറിയില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടത്തേക്ക് ഈ ഒരു സെൻറ്ററിൽ പെർമനൻറ്റ് ഷെൽട്ടറിൻ്റെ, ഇത് പെർമനൻറ്റ് റെസിഡൻസ് ഉള്ള സെൻറ്ററാണ്. ഇവിടത്തേക്ക് നമ്മൾ ഒരു റെസ്ക്യൂവിനെയും കൊണ്ടുവരില്ല. നമ്മൾ വേറൊരു വീട് എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. വേറൊരു വീട് എടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ നമ്മൾ ആ റെസ്ക്യൂവിനെ കൊണ്ടുവരും. ഞാൻ പിടിക്കണോ അതിനെ? ഓക്കെ. അതിനിങ്ങനെ ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചാൽ അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ആദ്യം നമുക്ക് കിട്ടുമല്ലോ ഒരു കുഞ്ഞിനെ. കിട്ടുമ്പോൾ നമ്മളുടെ റെസ്ക്യൂ സെന്ററിലേക്ക് പോകും. റെസ്ക്യൂ സെന്ററിലേക്ക് കൊണ്ടുപോയാൽ റെസ്ക്യൂ സെന്ററിൽ കൊണ്ടുപോയിട്ട് ആദ്യം വന്നപ്പോൾ തന്നെ ഇവർ ചിലപ്പോൾ പട്ടിണി കിടന്നിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഡൈജിറ്റോണാണ് ആദ്യം കൊടുക്കും. ഭക്ഷണത്തിൻ്റെ കൂടെ രാത്രി ഡെയിലി 2 ദിവസം ഡൈജിറ്റോൺ കൊടുക്കും. അപ്പോൾ ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ പോകും. അതിനുശേഷം നമ്മൾ ഇവരെ ഡീവർമിങ് ചെയ്യും. വെയിറ്റ് നോക്കിയിട്ട് അതിന് കംഫർട്ടല്ല. അതെ, കംഫർട്ടല്ല. നമുക്ക് പിടിച്ചത് കംഫർട്ടല്ല. അയ്യോ, അതെങ്ങനെ എടുത്തേക്കണം എനിക്കറിയാം. ഇതിനെനിക്ക് പേടി അത്രയും വലുതിനെ. അപ്പം നമ്മൾ ആദ്യം റെസ്ക്യൂ സെന്ററിലേക്ക് പോകും. റെസ്ക്യൂ സെന്ററിൽ നമ്മൾ ഡീവർമിങ് ചെയ്യും. ഡീവർമിങ് ചെയ്ത് 1 വീക്ക് ആവുമ്പോൾ നമ്മൾ വാക്സിനേഷൻ കൊടുക്കും. ഇപ്പോൾ 3 മന്ത്സ് കഴിഞ്ഞ നായയാണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആന്റി റേബീസ് കൊടുക്കും. കാരണം അതാണ് കുറച്ച് ഡെഡ്ലി പേടിക്കാനുള്ളത്. കാരണം ജോലിക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ മക്കൾ, നമ്മളെല്ലാവരും തൊടുന്നത് കൊണ്ട് 3 മാസം കഴിഞ്ഞ് വരുന്ന കുട്ടികളാണെങ്കിൽ ആദ്യം നമ്മൾ ആന്റി റേബീസ് കൊടുക്കും. അതല്ല, ഇതുപോലെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആൾക്കാർ ചാക്കിലൊക്കെ കെട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടൊക്കെ പോകും. അങ്ങനത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ഇവർക്ക് എന്താ പറയുക ഡീവർമിങ് ചെയ്തിട്ട് മൾട്ടി കോമ്പണൻറ്റ് വാക്സിനേഷൻ കൊടുക്കും. നമ്മൾ ഇൻടാസ് കമ്പനിയുടെയാണ് നമ്മൾ മൾട്ടി കോമ്പണൻറ്റ് കൊടുക്കുന്നത്. അത് കൊടുത്തതിന് ശേഷം എഗെയിൻ 30 ഡേയ്സ് ആകുമ്പോൾ ബൂസ്റ്റർ കൊടുക്കും. 3 മന്ത്സ് ആകുമ്പോൾ ആൻറ്റി റേബീസ് കൊടുക്കും. അത് ആൻറ്റി റേബീസ് നമ്മൾ ഡിഫൻസറാണ് കൊടുക്കണമെങ്കിൽ ഒറ്റ ഡോസ് കൊടുത്താൽ മതി. അതല്ല രക്ഷാരാബ് കൊടുക്കുകയാണെങ്കിൽ കൊടുത്ത് തിരിച്ചും 2 വീക്സിൽ ബൂസ്റ്റർ ഡോസ് കൊടുക്കണം. അതാണ് ആദ്യത്തെ വാക്സിനേഷൻ. അത് കഴിഞ്ഞ് എല്ലാ വർഷവും ഇവർക്ക് എന്താ പറയുക ഈ മൾട്ടി കോമ്പണൻറ്റ് വാക്സിനേഷനും ആൻറ്റി റേബീസും എല്ലാ വർഷവും കൊടുക്കും. എല്ലാ വർഷവും കൊടുക്കും. ഡോമിനേറ്റിംഗ്, വഴക്കൂടുക. ആൾ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഇവന് പൊസസീവായി, മനസ്സിലായോ? അപ്പൊ ഇവനവനെ ഉറുന്ന് പറയുന്നു, ദേഷ്യപ്പെടുത്തുന്നു. എന്ത് പൊസസീവ്നെസ് ആണെന്ന് പറയാം. നമ്മൾ മനുഷ്യർ മാത്രമല്ല, ഇവരെല്ലാവരും പൊസസീവാണ്, ഭയങ്കര പൊസസീവാണ്. അവിടെ പോയി കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്ന് ഞാൻ ഒരാളെ തൊട്ടു, മറ്റേയാളെ തൊടുന്നതിന് മുമ്പ് ഇയാളെ തൊട്ട അയാൾ ഇവനെ കടിക്കും. ആദ്യം തൊട്ട ആൾക്ക് കടി. അത് ആൽഫ മെയിൽ, ആൽഫ ഫീമെയിൽ. ആൽഫ എന്ന് പറയുമ്പോൾ അവരാണ് ലീഡേഴ്സ് ഒരു ഗ്രൂപ്പിന്റെ. ഞാൻ ചോദിക്കുന്ന മാമിന്റെ കൂടെ സഹായത്തിന് നിൽക്കുന്ന ആളാണ്. ഇവര് ഫാമിലിയാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നത്. ഫുള്ളും ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഇവര്. ഞാൻ വന്നില്ലെങ്കിലും ഇവര് നമ്മൾ എങ്ങനെ പറയുന്നു അതുപോലെ ചെയ്യും. എല്ലാ വീഡിയോസും ഇവർ എനിക്ക് അയക്കും. ഈ മരുന്നുകൾ കൊടുക്കുന്ന നിർബന്ധമാണ്. ഞാൻ എന്താ പറയാ കാണുന്ന പോലെ അല്ല. ഇവരൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ മരുന്നൊക്കെ ശരിക്കും കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വരും. അവർക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, ഇവരെ പിക്ക് ചെയ്തതിലും എന്തായാലും ഒരു ഇതുണ്ടാവുമല്ലോ അല്ലേ, എന്തെങ്കിലും? അതായത് പെറ്റ് ലവേഴ്സ് ആയിരിക്കണം മസ്റ്റ് ആണ്. അത് എനിക്കറിയില്ല കേട്ടോ. പലരും പറയും ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എനിക്കൊരു ഗ്രേസ് ആണത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും ജെന്യൂൻ ആയിട്ട് നോക്കുന്നത് കൊണ്ടാണോ എന്ന്, എനിക്ക് ഇവരുടെ അനുഗ്രഹം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ആൾക്കാർ നമ്മളിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് പ്രകൃതി. അതാണ് ഞാൻ എപ്പോഴും വിചാരിക്കുക കേട്ടോ. നമുക്ക് ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്നുള്ളൊരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രകൃതി ഭയങ്കര ശക്തിയാണ്. പ്രകൃതി അതിന് വഴിവെക്കും നമുക്ക് വളരാനും, നമുക്ക് ആൾക്കാരിലേക്ക് എത്തിപ്പെടാനും, ആൾക്കാർക്ക് നമ്മളിലേക്ക് എത്തിപ്പെടാനും ഒക്കെ
വഴിക്ക് സിമി എങ്ങനെയാണ് ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്നത് ന്യൂസ് 18. അതെ തീർച്ചയായിട്ടും. ഞാൻ ഒരിക്കലും സിമിയോടെ വിളിച്ചിട്ട് എന്താ പറയാ സിമി ഒരു ഇത് പ്രോഗ്രാം ചെയ്യോ ഒന്ന് പ്രൊമോട്ട് ചെയ്യോ ചോദിച്ചിട്ടേ ഇല്ല. സിമി എങ്ങനെയോ എത്തിപ്പെട്ടു എന്നിലേക്ക്. അപ്പോ അതാണ് അത് പ്രകൃതി അങ്ങനെയാണ്. ഒരിക്കലും പ്രൊമോഷൻസ് ഞാൻ എവിടെയും പോയിട്ടില്ല കേട്ടോ ഇവരുടെ കാര്യത്തിന് ചെയ്തിട്ടേ ഇല്ല ഞാൻ. പക്ഷെ ആൾക്കാർ എങ്ങനെയൊക്കെയോ എത്തിപ്പെടുക നമ്മളിലേക്ക്. എന്തായാലും ഇത് കഴിയുമ്പോൾ കുറച്ച് പേരും കൂടി വരട്ടെ. ഇത് കാണുമ്പോൾ 2 തരത്തിലാണ്. ഒന്ന് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും നിങ്ങൾ ഇത്രയും ഒരു മീഡിയ ആയതുകൊണ്ട്. രണ്ടാമത് പല സ്ഥലത്ത് വെളി വരും ഞങ്ങളടുത്ത് നായകണ്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് എല്ലാരും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 100 പേര് ഓൾറെഡി ആയി ഇപ്പൊ അവിടെ. അപ്പൊ ഫുഡിന്റെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഫുഡ് എന്തൊക്കെയാണ് കൊടുക്കുക? നമ്മൾ ആദ്യമൊക്കെ ഇവിടെ ചിക്കനും റൈസും ഒക്കെ കൊടുത്തിരുന്നു. എനിക്ക് ബേസിക്കലി പ്രശ്നം ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആണ്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവരെ ഫീഡ് ചെയ്യാൻ നമ്മൾ വേറൊരാളുടെ മീറ്റാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളത് നിർത്തി നമ്മളിപ്പോൾ ഇവർക്കെല്ലാം പാക്ഡ് ഫുഡാണ് കൊടുക്കുന്നത്. കാരണം ഒരു ഫാമിലിയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരെയും എല്ലാ ആഴ്ചയും കുളിപ്പിക്കണം. നിർബന്ധമാണ് കുളിപ്പിക്കണം. 2 നേരം 3 നേരമായിരുന്നു ഭക്ഷണം. ഇപ്പോൾ 2 നേരം ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാക്ഡ് ഫുഡാക്കി ഡ്രൂൾസാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് നേരിട്ടെടുക്കുക ചെയ്യുന്നത്. നമ്മൾ ഈ വാക്സിൻ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ നമുക്ക് വരും. ഡോക്ടേഴ്സ് നമുക്കുണ്ട്. ഓൺ കോൾ ഡോക്ടേഴ്സ് ഉണ്ട്. വരും. ഡോക്ടേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. നമുക്ക് വരാറുണ്ട്. ഈ നമ്മുടെ ഇന്ന് കൊണ്ടുപോയ നായയുടെ ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ടല്ലോ. ഉണ്ട്. നല്ല രീതിയിൽ വളരെ നന്നായിട്ട് AC-ലൊക്കെ കടന്നു ഉറങ്ങുന്ന നായ്ക്കുട്ടികളൊക്കെ വീഡിയോസൊക്കെ വരാറുണ്ട്. ഇടയ്ക്കൊക്കെ വരാറുണ്ട്. പോയി നോക്കാറുണ്ട്. സന്തോഷമാണ്. പക്ഷെ ഇപ്പോൾ റിലേറ്റീവ്ലി അഡോപ്ഷൻസ് കുറവാണ്. ഞാനും കൊടുക്കുന്നത് വളരെ ചൂസി ആയിട്ടാണ് കൊടുക്കുന്നത്. പോയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇതുപോലെയാണ് ഞങ്ങൾ വളർത്തുന്നത്. ഇവരെ ഇത്രയും നമ്മളോട് നെഞ്ചോട് ചേർത്ത് നമ്മുടെ കുട്ടികളെ നോക്കുന്ന പോലെയാണ് വളർത്തുന്നത്. ഇത് കൊണ്ടുപോയി ഇതിൻ്റെ ഒരു ചബ്ബിനെസ് ഒക്കെ കഴിഞ്ഞ് ഒരു 3 മാസം ആകുമ്പോൾ ഇവർക്ക് ഈ നാടൻ കുഞ്ഞുങ്ങളുടെ ലുക്ക് വരും. മുഖമൊക്കെ നീണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ. പക്ഷെ നമ്മുടെ നാടൻ കുഞ്ഞുങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. അവിടെ പോകുമ്പോൾ കാണാം വെറൈറ്റിയാണ് നാടൻ കുഞ്ഞുങ്ങൾ. പക്ഷേ എങ്കിൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് റോട്ടിൽ കാണാനേ ബെൽറ്റ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നത് ഇറക്കി വിടുന്നത്. ചിലവർ നമ്മൾ റെസ്ക്യൂ ചെയ്യും. ചിലത് ഒരു റോഡ് സെൻസ് ഇല്ലാതെ ഓടുന്ന കാണാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടീഷൻസ് ഉണ്ട്. എന്താ പറയുക ചുറ്റുമതിൽ ഉണ്ടാവണം. പിന്നെ ട്രിവാൻഡ്രത്ത് മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. പിന്നെ വീഡിയോസ് അയച്ചു തരണം. ഞങ്ങൾ ഹൗസ് വിസിറ്റ് ചെയ്യും. വാക്സിനേഷൻസ് ചെയ്യണം. റെക്കോർഡ് നോക്കുമെന്ന് പറയുമ്പോൾ ആൾക്കാർ കുറവാണ്. പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഡാൻസ് ഇപ്പോൾ ഫേസ്ബുക്കിലെ കാണികൾക്ക് മാത്രമായി കളിച്ചത് അതിൽ പോസ്റ്റ് ചെയ്യും. തിരിച്ചു വരണം. ചെയ്തിരുന്നു. ഞാൻ സൂര്യയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മൈസൂർ ദസറ ഫെസ്റ്റിവൽ ഹംപിയിലാണ് തുടങ്ങിയത്. ഹംപി ഫെസ്റ്റിവൽ ചെയ്തു. ആ വർഷം തന്നെ മൈസൂർ ദസറ ഫെസ്റ്റിവൽ ചെയ്തു. സൂര്യ ചെയ്തു. പിന്നെ ഗുഞ്ചൻ ഡാൻസ് ഫെസ്റ്റിവൽ ചെയ്തു. മോഹിനി നൃത്യതി കേരള സംഗീത അക്കാദമിയുടെ ഇത് ചെയ്തിരുന്നു. അത് ഞാൻ ഫസ്റ്റ് ഞാൻ ക്യൂറേറ്റ് ചെയ്തതും ഞാൻ ഇവിടെയാണ് ബാംഗ്ലൂരിലപ്പോൾ ഞാനാണ് അത് ചെയ്തിരുന്നത് അവിടെ ഫെസ്റ്റിവലിൽ. സൂര്യകൃഷ്ണമൂർത്തി സാറായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. സാറാണ് സംഗീത അയ്യർ എന്നുള്ള പേരും ഇട്ടത് എനിക്ക്. ആക്ച്വലി അന്ന് സൂര്യയിൽ ചെയ്യുമ്പോൾ സംഗീതാന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാറും അത് ശ്രദ്ധിക്കപ്പെടില്ല അങ്ങനെ വെറുതെ സംഗീത എന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ സംഗീത അയ്യർന്ന് കൊടുക്കാം. അന്ന് സാറാണ് സംഗീത അയ്യർന്ന് കൊടുത്തത്. സാറന്ന് ആ ഒരു ശാകുന്തളം ഞാൻ ചെയ്തപ്പോൾ സാർ എന്നെ പ്രൊമോട്ട് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഞാൻ തഞ്ചാവൂരിലെ സൗത്ത് സോൺ കൾച്ചറൽ സെൻറ്ററിൻ്റെ എംപാനൽഡ് ആർട്ടിസ്റ്റാണ്. ഡോക്ടർ സജിത്ത് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പരിപാടികൾ സാറ് ഒരുപാട് ആൾക്കാരെ പ്രൊമോട്ട് ചെയ്തിരുന്നു. നല്ലൊരു ഡയറക്ടറായിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് സിൽവർ ജൂബിലി സെലിബ്രേഷനിൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ എപ്പോഴും പറയുമായിരുന്നു കേട്ടോ എൻ്റെ അമ്മയുടെ എല്ലാ ദിവസവും നമുക്ക് പ്രാക്ടീസ്, എല്ലാ ദിവസവും രാവിലെ പ്രാക്ടീസ്, വൈകുന്നേരം നമുക്ക് പെർഫോമൻസ്. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ കൂടുതലൊരു സന്തോഷം വേറെയില്ല. ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് സിൽവർ ജൂബിലി സെലിബ്രേഷനിൽ ഒരാഴ്ച ഫുള്ളും പെർഫോമൻസ്. രാവിലെ നമ്മൾ ഐറ്റം ഫിക്സ് ചെയ്യും, വൈകുന്നേരം കളിക്കും പല ഗ്രാമങ്ങളിലായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ മാത്രമാക്കി. ഇപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ. ഞാൻ പോവാത്ത ട്രൈ ചെയ്യുന്നില്ല. മുഴുവൻ സമയം ഇവർക്ക് കൊടുത്തുകൊണ്ട് ഇതൊരു വേറെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. രമണി വാ, അവൾ സുസു ഒഴിക്കുന്നു പേടിച്ചിട്ട്. ശുശുപ്പുര ഭയമ്മ കൊന്തിക്ക് എടുത്തുക്കിട്ടാ കൊന്തി എടുത്തുക്കിട്ടാമോ ചുച്ച പിന്നെ ചുച്ച എന്തുക്കുമ്പോ എന്തൊക്കെ ഭയം എന്തൊക്കെ ഭയം. രമണി ഇവളുടെ വലിയൊരു കഥയാണ്.
ഇവളെ ഞാൻ എടുക്കുന്നത് രാമചന്ദ്രപുരം മഠം. എവിടെ അറിയോ? ശിവമുഖ, കർണാടകയില് ശിവമുഖ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു 1.5-2 മണിക്കൂർ യാത്രയാണ് ഘാട്സിന്റെ മുകളിൽ രാമചന്ദ്രപുരം മഠം. അപ്പൊ മലയാളി അല്ല രമണി? രമണി മലയാളിയല്ല. അപ്പൊ ഇവള് രാമചന്ദ്രപുരം മഠത്തില് ഞാനൊരു ആർട്ട് മൂവി ചെയ്യാനായിട്ട് പോയതാ. ഞാൻ ഇറങ്ങി പോയപ്പോ തന്നെ ഇവള് ഓടി വന്നു. ഇവൾക്ക് 2 കാല് സ്വാധീനമല്ല, ഈ കാല്, ആ 2 കാലും ഇങ്ങനെ 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 ആട്ടിക്കൊണ്ട് ഓടി വന്നു. എല്ല് തോലെന്ന് പറഞ്ഞാൽ ഇവളുടെ റിബ്സൊക്കെ നമുക്ക് എണ്ണാൻ പറ്റും. അങ്ങനെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു. അന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇവള് മതിമറന്ന് ഉറങ്ങാറായി, കൊഞ്ചലാണ് കേട്ടോ. അപ്പോൾ അന്നെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പോകുമ്പോൾ അവളെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. ഒരാഴ്ച അവൾ എൻ്റെ കൂടെ. ആദ്യത്തെ ദിവസം റൂമിലെ ഒരു കോർണറിൽ കിടന്നു. 2ാമത്തെ ദിവസം അവിടെയുള്ള സെറ്റിയിൽ കിടന്നു. 3ാമത്തെ ദിവസം എൻ്റെ കൂടെ റൂമിൽ ബെഡിൻ്റെ മുകളിൽ കിടന്നു. അങ്ങനെയാണിത്. ഒട്ടകത്തിൻ്റെ കഥയാണ് പുള്ളിയുടെ കഥ. അങ്ങനെ ഞാൻ വരുന്ന ദിവസം പാക്ക് ചെയ്യാ. അപ്പൊ ഇവള് ഇങ്ങനെ ദയനീയമായിട്ട് എന്നെ നോക്കി നിൽക്കുക. അവൾക്ക് പലരും ഇങ്ങനെ വന്നു പോവുമല്ലേ, അപ്പൊ ഞാനും പോണൂന്നുള്ളൊരു രീതിയിൽ അവള് നിൽക്കുകയാണ് അവിടെ. ഇവൾക്ക് അറിയില്ലല്ലോ ഞാൻ അവളെ കൊണ്ടുപോകണം. ഞങ്ങളൊരു ബെഡ്ഷീറ്റിൽ ഇവളെ പൊതിഞ്ഞ് അവരടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ തന്നെ അവര് കാറിൽ ഇവർക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി അവർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ തന്നു. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. എന്ത് ചെയ്താലും റെയിൽവേ സ്റ്റേഷനിൽ അയാൾ ആ വണ്ടിയിൽ കയറ്റാൻ സമ്മതിക്കില്ല. ഗാർഡ് ഉണ്ട് അവിടെ, പക്ഷേ അയാളും കൂടെ ഉണ്ടാവണം കയറ്റാനായിട്ട്. അറ്റൻഡർ അയാൾ നിൽക്കൂല. 12 മണിയുടെ ട്രെയിനാണ് ഞാൻ പോകും. അങ്ങനെ ഞാൻ ആ ട്രെയിൻ ക്യാൻസൽ ചെയ്ത് പ്രീപോണ്ട് ചെയ്ത് വേറെ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ഇവളെ ഗാർഡ് റൂമിലാണ് വിട്ടത്. ഗാർഡ് റൂം ഭയങ്കര സങ്കടമാട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവർക്ക് മാത്രമായിട്ടൊരു കമ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ നമുക്ക് കൂടെ ചെയ്യാനൊരു കമ്പാർട്ട്മെന്റോ ഉണ്ടാവണം എന്ന് വിചാരിക്കും. അങ്ങനെ ഗാർഡ് റൂമിൽ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇരുട്ട് പോലത്തെ ഒരു റൂമാണ്. അത് അവള് കടന്നു. പക്ഷേ രാവിലെ 5 മണിക്ക് ഞാൻ ഓടി പോവുകയാണ് കേട്ടോ. ബാംഗ്ലൂർ എത്തിയപ്പോൾ ഇവിടെ ബാംഗ്ലൂരിലേക്കാണ് ആദ്യം കൊണ്ടുപോണത്. അപ്പോൾ ഗാർഡിൻ്റെ അടുത്ത് ചോദിച്ചു ഇവൾ നായ ഉണ്ടായിരുന്നോ? ഇവളുണ്ടല്ലോ, ഷീ അലൗഡ് മീ ടു റെസ്ക്യൂ ഹർ. ആരെങ്കിലും എന്നെ കൊണ്ടുപോയി രക്ഷിക്കില്ലേ എന്നൊരു മെന്റാലിറ്റി. എനിക്ക് തോന്നുന്നു ദൈവത്തിനോടൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അവള്. നോക്കവള് എൻജോയ് ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ അവളെ കൊണ്ട് ഇങ്ങനെ കുട്ടികളൊക്കെ റാപ്പ് ചെയ്യുന്ന പോലെ 1-2 ആൾക്കാർ വന്ന് നോക്കി. അവർക്ക് സംശയം നായ, പക്ഷെ കുട്ടികളെ പിടിക്കണ പോലെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് നായയാണോ എന്നൊന്ന് അങ്ങനെ നോക്കാം. പിന്നെ മോനുണ്ടായിരുന്നു അപ്പോൾ ബാംഗ്ലൂരിൽ. മോൻ റീഹാബിലിറ്റേറ്റ് ചെയ്തു ഇവളെ. തീരെ ശക്തി ഉണ്ടായിരുന്നില്ല, ബ്ലഡ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് കാർ അയച്ച് കൂട്ടിക്കൊണ്ടുപോകും. ഓ ശരി. ഇപ്പൊ കാലൊക്കെ റെഡിയായി? ഇല്ല, കാല് അങ്ങനെ തന്നെ, പക്ഷെ ഹെൽത്ത് ഒക്കെ റെഡിയായി. കുഴപ്പമില്ല. പുള്ളിക്ക് നല്ല വയസ്സുണ്ട്. ഷീ ഈസ് വെരി ഹാപ്പി. അങ്ങനെ നമ്മൾ രാമചന്ദ്രപുരത്ത് നിന്ന് റെസ്ക്യൂ ചെയ്തു. രാമചന്ദ്രപുരത്തെ രമണി. അങ്ങനെ രമണിയായി. പേര് വെക്കുന്നത് എങ്ങനെയാ? എന്താ ഇഷ്ടം? അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ കുറെ ആയപ്പോ എന്ത് വെക്കണം എന്ന് അറിയാതെ പ്രേക്ഷകരൊക്കെ പറയാം. നമുക്ക് ഞാൻ വിചാരിക്കും കുറെ റിവേഴ്സിന്റെ പേര്, മൗണ്ടൻസിന്റെ അങ്ങനെയൊക്കെ വെക്കണം. അങ്ങനെ ചെയ്യണം. എല്ലാരും പേടിച്ചിട്ടാണോ? പുതിയ ആൾക്കാരെ കണ്ടിട്ട് ചിലപ്പോൾ ഒരു മേത്ത് മൂത്രം ഒഴിക്കും. ഒഴിച്ചോ? ഇതാണ് സ്നോയി. ഇതാണ് സ്നോയി. ഇവള് കഴക്കൂട്ടത്ത് ഒരു വീട്ടിലേക്ക്, കഴക്കൂട്ടത്ത് ഒരു വീട്ടിലാണ് ഇവൾ ആദ്യമായിട്ട്. ഓർഡർ ചെയ്യാ കൊന്തേ, ഓർഡർ ചെയ്യാ കൊന്തേ, ഓർഡർ ചെയ്യാ. സോ ഇവള് കഴക്കൂട്ടത്തിലൊരു വീട്ടിൽ കയറിയിട്ട് പ്രസവിച്ചിട്ട് അമ്മ എണീക്കുന്നില്ല എന്നുള്ളൊരു പോസ്റ്റാണ് ഫേസ്ബുക്കിൽ കാണുന്നത്. അങ്ങനെ ഞാനൊരു ആംബുലൻസ്, PMGക്ക് ആംബുലൻസ് ഉണ്ട്, ആംബുലൻസ് അറേഞ്ച് ചെയ്തു. PFAയിൽ ഒരു വോളണ്ടിയറും അറേഞ്ച് ചെയ്തിട്ട്, അന്ന് ഞാൻ PFAക്ക് വോളണ്ടിയറിങ് ചെയ്തിട്ട് ഇവളെ എടുത്ത് നമ്മൾ കൊടപ്പനക്കുന്ന് കൊണ്ടുപോയി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തു. അവൾക്ക് നോക്കുമ്പോൾ ബ്ലഡ് ഉണ്ടായിരുന്നില്ല. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തതിന് ശേഷം അങ്ങനെ രക്ഷിച്ചെടുത്തതാണ്. പക്ഷെ ആ വീട്ടുകാർക്ക് എന്താ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ അവർ അഡോപ്ഷന് കൊടുത്തു. പക്ഷെ ഇവള് ഭയങ്കര ഗാർഡ് ഡോഗാണ്, നല്ലൊരു ഗാർഡ് ഡോഗാണ്. ഇവള് അവരില്ലാത്ത സമയത്ത് പണിക്കാരെ ഉള്ളിൽ കയറ്റൂല.
അങ്ങനെ ഗാർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് അവർ എൻ്റെ അടുത്തേക്ക് എന്നെ തിരിച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ തന്നിട്ട് പോയത്. അങ്ങനെയാണ് സ്നോയി. സ്റ്റെറിലൈസ്ഡ് ആണ്. കുഞ്ഞുങ്ങളൊക്കെ അവരെന്നെ അഡോപ്ഷന് കൊടുത്തു. അങ്ങനെ ഇവള് മാത്രം നമ്മുടെ അടുത്തേക്ക് ആയിപ്പോയി. സ്നോയി തിരിച്ചു വരുന്നവരും ഉണ്ടല്ലേ ഒരുപാട് പേര്. ചില കുഞ്ഞുങ്ങൾ തിരിച്ചു വരും. ചില ആൾക്കാർ എന്താ വെച്ചാൽ അഡോപ്ഷൻ എടുത്തിട്ട് വേറെ ആൾക്കാർക്ക് കൊടുക്കും. അപ്പൊ നമ്മൾ അതൊട്ടും പ്രിഫർ ചെയ്യില്ല. വേണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു തരാം. ഇത് നമ്മള് അഡോപ്ഷൻ പോയതല്ലായിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് എവിടുന്നോ കയറിയത്. അവൾ പ്രഗ്നന്റ് ആയപ്പോ വളർത്തിയ ആൾക്കാർ ഉപേക്ഷിച്ചതാണ്. പക്ഷെ അവർ അത്രയൊരു നന്മ കാണിച്ചല്ലേ. അത് കഴിഞ്ഞു ആ കുഞ്ഞുങ്ങളെ ഇതാക്കി സേഫ് ആക്കി. പിന്നെ ഫേസ്ബുക്കിൽ കണ്ടു ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ടല്ലേ കുറച്ചൊക്കെ. ഇതിന് മുമ്പൊക്കെ നമ്മൾക്ക് ഒരുപാട് ആൾക്കാർ സഹായിക്കും. ഇപ്പൊ നമ്മൾ അധികം പോസ്റ്റ് ഇടാറില്ല. അധികം ഫേസ്ബുക്കിൽ നമുക്ക് അധികം സഹായങ്ങൾ കുറവായിപ്പോ. പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് നമ്മൾ സഹായിക്കുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ നമുക്കിതൊരു ഉത്തരവാദിത്തമായിട്ട് മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അങ്ങ് മാറുകയാണ്. അപ്പൊ ഇത് ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയമൊക്കെ ഇതാണ് ജീവിതം. അതാ ഞാൻ ചോദിച്ചത്. മോനെ കുറിച്ച് പോലും സത്യം പറഞ്ഞാൽ ഡെയിലി ഫോൺ ചെയ്യാ, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം ചിന്തിക്കുക, അങ്ങനെയൊന്നും ഇല്ല. അതിനുള്ള സമയമില്ലെന്ന് തോന്നുന്നു. അങ്ങനെയില്ല. അവര് വളർന്ന് വലുതായി. ഇപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കും. ആ സ്പേസിൽ ഞാൻ ഉണ്ട്. എന്ത് ആവശ്യത്തിനും ഞാൻ ഉണ്ട്. അവന് എന്നും നോക്കേണ്ട കാര്യമില്ല. ഇവർക്ക് ഞാനല്ലാതെ വേറെ ആരും ഇല്ല. ഇവർക്ക് ഭക്ഷണം നമ്മൾ കൊടുത്താലല്ലേ കഴിക്കാൻ പറ്റും. ഇവർക്ക് സ്വന്തമായിട്ട് പാകം ചെയ്ത്. അതാണ് വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പൊ ഞാൻ വിചാരിക്കും നമ്മൾ ഓരോരുത്തരും ഈ വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റിക്ക് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഐ ആം നോട്ട് ഡൂയിങ് എനിത്തിങ് ഗ്രേറ്റ്. ഐ ആം ബൗണ്ട് ടു ഡു ദിസ് ആസ് എ ഹ്യൂമൻ ബീയിങ്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേ എൻ്റെ ജീവിതം, ഞാൻ 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞ ജീവിതം ആരംഭിച്ച ഒരാളാണ്. അപ്പം ഒരുപാട് ടോളിൽ പോയത് ലൈഫാണ്. അപ്പോൾ ദൈവം നമ്മൾ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് തിരിച്ചെന്തെങ്കിലും ചെയ്യണ്ടേ? അതാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. ഓക്കെ. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വീട്ടിലെ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ മോന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് എത്രത്തോളം? പുള്ളിയാണ് വളരെയധികം സപ്പോർട്ട്. കാരണം പൈസ ഷോർട്ടേജ് വരുമ്പോൾ ഓടിച്ചെല്ലുന്നത് അങ്ങടാണ്. നമ്മൾ പുള്ളി സഹായിക്കും. പുള്ളി ഒരു സോഷ്യൽ വർക്കറാണ്. പുള്ളി ഇതിന് മുമ്പ് കൗൺസിലർ ആയിരുന്നു. ഫോർട്ടിൽ വാർഡിലെ കൗൺസിലർ ആയിരുന്നു പുള്ളി. പുള്ളിയും സോഷ്യൽ വർക്കാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടേതായിട്ടൊരു മനുഷ്യർക്ക് വേണ്ടിയുള്ള സോഷ്യൽ വർക്കുണ്ട്, ടെമ്പിൾ ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് പുള്ളി ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. നമുക്ക് രണ്ടുപേർക്ക് സ്പേസ് ഉണ്ട്. രണ്ടുപേർക്ക് സ്പേസ് ഉണ്ട്. ഇനിയുള്ള ആഗ്രഹം അതാരാണ്? ഒരാൾ അടുത്ത ആൾ? ഇവളുടെ വലിയൊരു കഥ. ഓൾമോസ്റ്റ് മരിച്ചുപോയ കുഞ്ഞാണ് ഇവള്. കൊന്തേ ബാ, ഇങ്ങി വാ, ഇങ്ങി വാ, ഇങ്ങി വാ, ഇങ്ങി വാ, ഇങ്ങി വാ, ബാ. ഇവളുണ്ടല്ലോ, ഇവള് ഫുള്ളും സ്കിൻ ഇൻഫെക്ഷനോട് കൂടി വന്നു. ഞങ്ങൾ ഒരു മരുന്ന് കൊടുത്തു ഇവൾക്ക്. അതിൻ്റെ ഒരു റിയാക്ഷനും കൂടെ. അതായത് ഉള്ളിൽ ഫുള്ളും ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഉള്ളിൽ ഫുള്ളും ഇൻഫെക്ഷൻ. ഇല്ലടാ ഇല്ല ഉള്ളിലുള്ള ഇൻഫെക്ഷനൊക്കെ പുറത്ത് വന്ന് എന്തൊക്കെ കളിക്കറിയാ. ഓക്കെ പോ. ഉള്ളിൽ ഫുള്ളും ഇൻഫെക്ഷനായി. ആ ഇൻഫെക്ഷനൊക്കെ പുറത്ത് വന്നിട്ട് ഇവളുടെ മേത്ത് ഫുള്ളും പഴുത്ത് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഇവൾ ഫുള്ളും കണ്ണടച്ചിങ്ങനെ. ഞാൻ ഷെൽട്ടറിലേക്ക് ഒരു ദിവസം പോയി നോക്കുമ്പോൾ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരുന്നു. ഞാൻ അവിടെ വിട്ടാൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മായിയമ്മ മരിച്ച സമയം. പുള്ളിക്കാരിക്ക് വേണ്ടി നമ്മൾ എയർ ബെഡൊക്കെ വാങ്ങിച്ചിരുന്നു. ഞാൻ ആ എയർ ബെഡിൽ മുകളിൽ നമ്മൾ ഈ അബ്സോർബൻ ഷീറ്റ് ഉണ്ടല്ലോ അവർക്കുള്ളത്, അതൊക്കെ ഇട്ടിട്ട് അവളെ കിടത്തി. ഫുള്ള് നമ്മൾ തൊടാൻ, നമുക്ക് ബാക്കിയുള്ളവർ കണ്ട തൊടാൻ അറയ്ക്കും. എനിക്ക് പ്രശ്നമല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്തത് എടുത്തത് അവളെ. നമ്മൾ ട്രീറ്റ്മെൻറ്റും കൊടുത്തിരുന്നു. കൂടെ തന്നെ ഒരു ടിഷ്യൂ എയ്ഡ് എന്ന് പറഞ്ഞൊരു മരുന്ന് കൊടുത്തിരുന്നു. അതാണ് അവളെ സഹായിച്ചത്. അങ്ങനെ നന്നാക്കി എടുത്തതാണ് ഇവളെ. അപ്പൊ ഞാൻ അവൾക്ക് പേരിട്ടത് എന്താ അറിയോ? ഫൈറ്റർ ആണ് പേര്. സുഖോയ്. സുഖോയ് നമ്മുടെ ഫൈറ്റർ ആണ്. സുഖോയ് എന്നാണ് അവളുടെ പേരിട്ടത്. കുഞ്ഞ വേണ്ട. ഓക്കെ. ഈ ഒരു സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ 100 ഏക്കേഴ്സിൽ ഒരു അനിമൽ വെൽഫെയർ. നമ്മള് പലപ്പോഴും എനിക്ക് എന്താ പറയാ ദുഃഖം തോന്നാറ്, ഒരുപാട് കുഞ്ഞുങ്ങൾ വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാറില്ല. സ്ഥലം പരിമിതികൾ. ഇതിപ്പോ നമ്മള് വാടകയ്ക്കാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ റെന്റ് ഒക്കെ എത്ര കൊടുക്കുന്നത്? ഇത് നല്ല റെന്റാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് വാടകയുണ്ട്, മരുന്ന്, ഭക്ഷണം, പിന്നെ ഇവരുടെ മരുന്നുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ചെള്ള് വലിയൊരു വിഷയമാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെള്ള് പറ്റില്ല. ചെള്ള് വന്നാൽ ഒരുപാട് അസുഖങ്ങൾ വരും. സോ നമ്മൾ മരുന്ന് ആ ചെള്ളിന് കൊടുത്തത്
അവൻറ്റിക്സ് എന്ന് പറഞ്ഞ ഇൻറ്റാസിൻ്റെ ഒരു മരുന്നുണ്ടായിരുന്നു. അവർ ഡിസ്ട്രിബ്യൂട്ടർ നമ്മളെ സഹായിച്ചു. കാരണം ഇത്രയും പേർക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് 1-1.5 ലക്ഷം രൂപ മരുന്നിനാവും. പുള്ളി സഹായിച്ചു. നമ്മൾ മാസം ഇൻസ്റ്റാൾമെൻറ്റിൽ കൊടുത്തു തീർത്തു. നമ്മൾ എല്ലാവർക്കും കൊടുത്തപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെള്ളില്ലാതായി. ഇപ്പോൾ ചെള്ളില്ല. പിന്നെ നമ്മൾ ചെയ്തത് ഇവർക്ക് ബ്ലഡ് ലോസ് ആയി, കുറച്ച് പേർക്ക് ബബീഷിയായി. ബബീഷിയുടെ ആൾക്കാർക്ക് നമ്മൾ ഇന്നും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് ലോങ് ടൈം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഒരു 3-4 മാസം ട്രീറ്റ് ചെയ്താലേ അത് മാറുള്ളൂ. പിന്നെ നമ്മൾ ചെയ്തത് ഇവർക്ക് എല്ലാവർക്കും ഒരു മാസത്തിൽ ഒരു 20 ദിവസം അയൺ ടോണിക് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ബ്ലഡ് ഇംപ്രൂവ് ആയി. പിന്നെ കാരിസിപ്പിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു 20 ഡേയ്സ്. പിന്നെ നമ്മളൊരു ഇമ്മ്യൂണിറ്റിക്കുള്ള മരുന്ന് 20 ഡേയ്സ് അങ്ങനെ കൊടുത്തെടുത്തു. പിന്നെ ഫിഷ് ഓയിൽ നമ്മൾ എല്ലാ മാസവും ഒരു 10 ഡേയ്സ് ഫിഷ് ഓയിൽ കൊടുക്കും. അപ്പോൾ സ്കിന്നിൽ എന്തെങ്കിലും അലർജി അതൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ എവറി 2 months ഡീവർമിങ് ചെയ്യും. അപ്പോൾ അത് കറക്റ്റായിട്ട് പോയാൽ തന്നെ അസുഖങ്ങൾ ഇപ്പോൾ ഇല്ല. എല്ലാവരും ഹെൽത്തിയായി കാണുന്നില്ലേ? എല്ലാവരും ഓരോ അസുഖങ്ങളോട് കൂടിയും ഓരോ പ്രശ്നങ്ങളോടും കൂടി വന്ന കുഞ്ഞുങ്ങളാണ്. നീ പെരുശാ ഇറക്കായി ചൊല്ലിവിട്ടു. അയ്യോ കിട്ട വരാതെ ചൊല്ലുക. കിട്ട വരാതെ. പേരെന്താ അപ്പൊ ഇതിന്? ഇവർക്ക് റോക്കി എന്നാണ് നമ്മുടെ സുധീർ വെച്ചിട്ടുള്ള പേര്. ഓ, സുധീറാണ് പേര് വെച്ചിരിക്കുന്നത്. സുധീർ ഇവിടെ വരൂ, സുധീറും കൂടി വരൂ. ഇത് റോക്കിയുടെ കഥ എന്താണ്? പക്കടോ സുധീർ ഇല്ല അടുത്ത് കൊടുത്തു ഞാൻ. റോക്കിയുടെ കഥ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ അരി എടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ ബൈപ്പാസിന്റെ സർവീസ് റോഡിൽ ഇവനിങ്ങനെ ചാണകം തിന്ന് നിൽക്കുന്നു. ഇതൊന്നും അല്ല, എല്ലും തോലൊക്കെ ആയിട്ട് ഒന്നുമില്ല ദേഹത്ത്. അങ്ങനെയായി ചാണകം തിന്ന് നിൽക്കുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ജർമ്മൻ ഷെപ്പേർഡ് നായ. അങ്ങനെ ഞാൻ ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോ ഇവന് എന്റെ വണ്ടിയിൽ കയറി ഡ്രൈവിംഗ് സീറ്റിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന പോലെ ഇരിക്കുക. ഞാൻ പുറത്ത് നോക്കിക്കൊണ്ട് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അങ്ങനെ നമ്മുടെ ഇനിയൊരു പയ്യനുണ്ടായിരുന്നു, അവനെ ഒരു ഓട്ടോറിക്ഷയിൽ വിളിക്കാൻ കൊണ്ടുവന്നിട്ട് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ പ്രതികരിക്കുന്നത്. ആദ്യം വരുമ്പോൾ ഭയങ്കര പാവമായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ റെസ്ക്യൂ സെൻറ്ററിൽ കൊണ്ടുവന്നപ്പോൾ ആദ്യം ആ ഭക്ഷണം കഴിച്ചൊരു കഴിപ്പുണ്ടല്ലോ, നമുക്ക് ഈ വിശപ്പ്, ദാഹം, അതുപോലെ നമ്മൾക്കൊരു ഫാമിലി, ഇത് ഭയങ്കര സംഭവമാണ് എല്ലാവർക്കും. മൃഗങ്ങളൊക്കെ ആയാലും മനുഷ്യനായാലും ഇത് മൂന്നും ഒരു സംഭവം തന്നെ. വിശപ്പും ദാഹവും. ഒരു 2 പ്ലേറ്റ് പെഡിഗിരി ഒറ്റയടിക്ക് തിന്നു. അത്രയും കുറേ വിശപ്പായി പട്ടിണി കിടന്ന് ചാണകം തിന്ന് അങ്ങനെ നമ്മൾ ഇവനെ കൊണ്ടുവന്നത്. ഇവന് ബബീഷിയാണ്, ഇപ്പോൾ ട്രീറ്റ്മെന്റിലാണ്. പുള്ളി ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ്. ഇത് അവിടെ കൊണ്ട് വിട്ട ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലേ? ഇത് നമ്മള് വീട്ടിൽ നിന്നുള്ള ആളുകൾ തന്നെ ബ്രീഡറാന്ന് തോന്നുന്നു. നന്നായിട്ട് ബ്രീഡ് ചെയ്തിട്ടുണ്ട്, നല്ലോണം ബ്രീഡ് ചെയ്തിട്ടുണ്ട്. അവളെ പ്രസവിച്ച് എന്തോ ഒരു കാരണം കൊണ്ട് അല്ല, പ്രസവിച്ച് അത് സൂക്കേടായി, അതിന് ശക്തിയില്ലെങ്കിൽ പ്രസവിക്കാൻ പറ്റില്ല, അപ്പോൾ ഉപേക്ഷിക്കുകയാണ്. എന്നുമാ പ്രത്യേകിച്ച് അവിടെയൊക്കെ ആകുമ്പോ വണ്ടികളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ അതൊന്നും അവർ ഓർക്കുന്നില്ല എന്നുള്ളതാണ്. ഈ കുറച്ചുകൂടി ഇതുപോലെ വലുതായ നായകളെ എടുക്കുന്നവരുണ്ടോ? ഇവൻ വലുതായിട്ടാണ് വന്നത്. ഞാൻ ഇവനെ കൊടുത്തില്ല, ട്രൈ ചെയ്തില്ല. കാരണം എന്താ അറിയോ, ഇത് ഒരുപാട് ടോർച്ചർ കടന്നുപോയൊരു നായയാണ്. ഇനി ഒന്നുകൂടി അപ്പൊ തിരിച്ചും ഒരാളെടുത്ത് കൊടുത്ത്, അപ്പൊ ഇവിടെ ഹാപ്പിയാണ് പുള്ളി, നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്, ഹാപ്പിയാണ്. അപ്പൊ തിരിച്ചൊരാളെടുത്ത് കൊടുത്ത് അതിന് തിരിച്ചും ആ ഒരു നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവർക്ക് ഇവരുടെ ഇമോഷൻസ്. ഇവർക്കൊരു ട്രോമയാണത്. അത് നമ്മൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കും 3 വയസ്സായി, ഇപ്പം ഞങ്ങൾക്ക് വേണ്ട, എടുക്കുമോ? അപ്പം ഞാൻ അവരുടെ അടുത്ത് കൗൺസിൽ ചെയ്യാറുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുമോ? ഇല്ല. അതേപോലെ അതിൻ്റെ ഒരു പടി കൂടുതലാണ് ഇവർക്ക് നമ്മളോടുള്ള സ്നേഹം. നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ അവർക്ക് അറിയുന്നില്ല എന്തുകൊണ്ടാണ് അവർ നമ്മൾ ഉപേക്ഷിച്ചത്, എന്തുകൊണ്ട് പെട്ടെന്ന് എനിക്കൊരു ഫാമിലി ഇല്ലാതായി. നമുക്കൊരു ഫാമിലി ഇല്ലാതാവുമ്പോൾ ഒരു അവസ്ഥയുണ്ടല്ലോ, അതേപോലെ ഒരു മെന്റൽ ട്രോമയിലൂടെ അവർ കടന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവന് അഡോപ്ഷൻ ട്രൈ ചെയ്തിട്ടേ ഇല്ല. മാത്രമല്ല ഇവന് ബബീഷിയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. നമുക്ക് ബ്ലഡിന്റെ മരുന്ന് കൊടുക്കണം, അങ്ങനെ ഒരുപാട്. ഇപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല അഡോപ്ഷൻ. ചോദിച്ചാൽ കൊടുക്കൂല, നമ്മൾ തരുന്നില്ല കേട്ടോ ആർക്കും. അപ്പൊ ഇതാണ് സുധീറിന്റെ ഫാമിലി. സുധീറിന്റെ നമ്മുടെ എന്താ പറയാ നോട്ടീസ് പെറ്റ് സാഞ്ചുറി ഡോഗ് ഷെൽട്ടറിന്റെ ഏഞ്ചൽസ് ആണ് സുധീറും നീസുവും, ഭാര്യയും ഭർത്താവുമാണ്. ആദ്യം സുധീറാണ് ജോലിക്ക് വന്നത്. ഇപ്പോൾ നീസു നമ്മളുടെ ടീമിലെ സ്റ്റാഫാണ്. ഇവര് ബീഹാറിലാണ്. ഇവര് ആദ്യം ചണ്ഡീഗറിലാണ് ജോലി ചെയ്തിരുന്നത്. സുധീർ ഭയങ്കര അനിമൽ ലവറാട്ടോ. പ്രത്യേകിച്ച് ബ്രീഡൊക്കെ കാണാൻ പുള്ളിക്ക് എക്സ്ട്രാ അഫെക്ഷൻ ഒക്കെയാണ് ഇവരോട്. പിന്നെ 3 കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കുന്നു. ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. കുട്ടികൾക്ക് മലയാളമൊക്കെ അറിയാം കേട്ടോ. മലയാളം സംസാരിക്കും നന്നായിട്ട്. മലയാളം. ഇവര് കരാട്ടെ ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്. ഇവിടെ കരാട്ടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞു. കരാട്ടെ ആണോ? പട്ടികളൊക്കെ ഇഷ്ടമാണോ? നായകളെ ഇഷ്ടമാണോ?
ഡോഗ്സിനെ ഇഷ്ടമാണോ? ആണോ? ഇവര് എല്ലാരും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പ്രേക്ഷകരോട് പറയാനൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഡോഗ് സെന്ററിൽ റെസ്ക്യൂ ഒക്കെ ഉള്ള സെന്ററിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ സേഫ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അത് നമ്മൾ ഇവർക്ക് എല്ലാവർക്കും പ്രീ ബൈറ്റ് വാക്സിനേഷൻ, അതായത് കടി കൊള്ളുന്നതിന് മുമ്പുള്ള വാക്സിനേഷൻ എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. കോൺഷ്യസ് ആവണ്ട പിടിക്കാതിന്. ഇല്ല, കുഴപ്പമില്ല. കുഞ്ഞാവാ പുള്ളി പേടിച്ചിങ്ങനെ നോക്കുന്ന പോലെ അതെനിക്ക് ഫീൽ ആവുന്നത്. എനിക്ക് പേടിയുണ്ട്. പക്കടോ ഉസ്കോ ऐसे ऐसे देखे बात करते हैं तो ഓക്കെ. അപ്പൊ ഇവർക്ക് വാക്സിൻ എടുത്തിട്ടുണ്ട് നേരത്തെ? ഇവർക്ക് എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കും ഇവർക്കും എല്ലാവർക്കും നമ്മൾ 4 വാക്സിനേഷൻ ഡോസ്. അതായത് നമ്മൾ എടുക്കില്ലേ ഫസ്റ്റ് ഡേ, തേർഡ് ഡേ, അങ്ങനെ അത് ഫുള്ളും കംപ്ലീറ്റ് കോഴ്സ് കഴിഞ്ഞതാണ് എല്ലാവർക്കും. നമ്മളെല്ലാവരും ഇതുമായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും നമ്മൾ എടുക്കും. കണ്ടിന്യൂസ് ആയിട്ട് 2-3 വർഷം എടുക്കുമ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയും ടൈറ്റ് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാണ്. അതിനിടയിൽ ഗോശാല പിന്നെ ഒരു അവയർനെസ്സും കൂടെ എനിക്ക് ഇതിൽ പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ പല ആൾക്കാരും വിചാരിക്കും വീട്ടിൽ വളർത്തുന്ന നായയാണ്, അപ്പോൾ ആ നായക്ക് നമ്മൾ വാക്സിനേഷൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ നഖമോ പല്ലോ കൊണ്ട ഇവരെടുക്കൂല. കാരണം ഇവർ വിചാരിക്കുന്നത് അത് വാക്സിനേറ്റഡ് ആണ്. അങ്ങനെയല്ല. അത് വാക്സിനേറ്റഡ് ആണെങ്കിലും നമ്മളുടെ നേത്തുനിന്ന് ഒരു പൊടി സ്കിന്ന് പോകുകയോ മാന്തുവോ സ്കിന്ന് പോകുകയോ ഒരിത്തിരി ചോര വരുകയോ ചെയ്താൽ നമ്മൾ ഡോക്ടറെ പോയി കണ്ട് ഫുൾ കോഴ്സ് വാക്സിനേഷൻ എടുക്കണം. അതിനുശേഷം ആ നായേനെ നന്നായിട്ട് നോക്കണം 10 ദിവസമെങ്കിലും. 10 ദിവസം കഴിഞ്ഞാൽ അതിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ സമയത്ത് ഒരു പനി പോലും അതിന് വരാൻ പാടില്ല. വന്നു കഴിയുമ്പോൾ നമ്മൾ തിരിച്ചും പോയി പറഞ്ഞ് അതിൻ്റെ വേറെ മരുന്നുകൾ എടുക്കേണ്ടതുണ്ട്. പലരും ഇത് ചെയ്യാത്തതിൻ്റെ ഒരു ഫലമായിട്ടാണ് പല ഇതും സംഭവിക്കുന്നത്. ഓക്കെ, ശരി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഇടയിൽ ഗോശാല തുടങ്ങാൻ പറ്റി. അത് വേറെ സ്ഥലത്താണ്. അതിപ്പോൾ 3 വർഷമായി നമ്മൾ 3 വർഷമായിട്ട് നമ്മൾ തുടങ്ങി. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിങ്ങനെ വൈഡായി വരുന്നുണ്ട്. ആഗ്രഹം ഇനിയും ഇങ്ങനെ ഒരുപാട് തലമുറകൾ ഞാൻ പറയില്ലേ, ഞാൻ വിചാരിക്കട്ടെ ഒരു 100 ഏക്കറിൽ അനിമൽ വെൽഫെയർ 100 ഏക്കറിന് ക്രിയേറ്റ് ചെയ്യാൻ കാരണം സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ആനയ്ക്ക് സുഖമില്ലാതെ വന്നാൽ നമുക്ക് നോക്കാൻ പറ്റണം. അപ്പൊ നമുക്ക് സ്ഥലം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അതൊരു അനിമൽ ലവറിന്റെ ഒരു വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. അപ്പൊ നമുക്ക് അതിനൊപ്പം നിൽക്കാം, സഹായം ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും. ഇത് ഒരുപാട് പെറ്റ് ലവേഴ്സ് കാണുന്നുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെയിലുള്ള കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കുന്ന മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ഇവർക്ക് ചെയ്യാന്നുള്ളതാണ്. അത് അവരവരുടെ ഇഷ്ടം പോലെ അവരുടെ ഇതുപോലെ ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ന്യൂസ് 18 ടീമിനോട് ഫുള്ളും ഇതുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് സിമിയോട്. സിമിയാണ് ആദ്യമായിട്ടും എന്നെ ഐഡന്റിഫൈ ചെയ്തതും നമ്മളുടെ വാർത്ത ചെയ്തതും ഒക്കെ. അതുപോലെ ഈ വാർത്തയും എനിക്ക് തോന്നുന്നു നമ്മൾ പുതിയ ഷെൽട്ടറൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് നിങ്ങളാണ് വന്ന് നമ്മളെ കവർ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. ഒരുപാട് സ്ഥലം നമുക്ക് കിട്ടട്ടെ. ഒരുപാട് ഇതുപോലെയുള്ള പാവം കുഞ്ഞുങ്ങളെ നമുക്ക് സേഫ് ആക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.